വാതിൽ തുറന്ന പെണ്ണിലേക്കും അവളുടെ അല്പം മുന്തിയ വയറിലേക്കും ദേവി ഒരു പകപ്പോടെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞതും അവൾക്ക് ആളെ പിടികിട്ടി. ദേവി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പൂജ, സോറി, പൂജ ചേച്ചിയല്ലേ? അതെ. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒരല്പം മടിയോടെ പൂജ എന്ന് ദേവി വിളിച്ച പെണ്ണ് അവളോട് തിരിച്ചു ചോദിച്ചു. ഞാൻ. ആരാ മോളെ അവിടെ? ദേവി അതിനുള്ള മറുപടി പറയാൻ വന്നതും അകത്തു നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് ദേവിയും പൂജയും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. പൂജ അവർക്കായി വാതിലൊന്നും ഒരല്പം നീക്കി കൊടുത്തു. ഇപ്പോൾ അവർക്ക് ദേവിയെ കാണാൻ സാധിക്കും. ദേവി മോളോ? ദേവിയെ കണ്ടതും അവർ ഓടി അവൾക്കടുത്തെത്തി. നാളുകൾക്ക് ശേഷം കാണാതായ മകളെ കണ്ടുകിട്ടിയ ഒരമ്മയുടെ ഒരവസ്ഥയായിരുന്നു അന്നേരം അവർക്ക്. മുടിയിലൊക്കെ തലോടി കവളിൽ ചേർത്ത് പിടിച്ച് അവർ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ആൻറ്റി, ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. ആൻറ്റിക്ക് അറിയാലോ എല്ലാം. വാ, അകത്തേക്ക് കയറ്. അകത്തേക്ക് കയറാനായി ദേവി ഒന്ന് ആഞ്ഞതും അപ്പോഴാണ് അവൾ വിച്ചുവിനെ കുറിച്ച് ഓർത്തത്. കണ്ണ് കാണിച്ച് അവൾ അവനോട് വരാൻ പറഞ്ഞു. രണ്ടടി മുന്നോട്ട് വെച്ചതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും അവൻ അവിടെ തന്നെ നിൽക്കുന്നതാണ് ദേവി കണ്ടത്. വിച്ചുവേട്ടാ, വാ, അകത്തേക്ക് കയറ്. അപ്പോഴാണ് ആ സ്ത്രീയും വാതിൽക്കൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത്. അയ്യോ, മോനെ ഞാൻ കണ്ടില്ല. അകത്തേക്ക് വാ മോനെ. വിച്ചു ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും മര്യാദയോടെ തന്നെ അവർ അവനെയും വിളിച്ച് അകത്തേക്കു. ഒരു ചിരിയോടെ അവനും അകത്തേക്ക് കയറി. പൂജമോളെ, നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ദേവി എന്ന അമ്മ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആളെ പിടികിട്ടി. എന്നെ എങ്ങനെ മനസ്സിലായി? ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ. ദേവി പൂജയ്ക്കടുത്ത് വന്ന് നിന്നു. അവളുടെ കൈ കവർന്നു. കല്യാണത്തിന് വരാനൊന്നും പറ്റിയില്ല, അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. മോളിനി അതൊന്നും വിശദീകരിക്കണ്ട, എല്ലാം അവൾക്കറിയാം. അല്ല, ഇവളുടെ ഫോട്ടോ ആരാ മോൾക്ക് കാണിച്ചു തന്നത്? വേറെ ആരാ? ആൻറ്റിയുടെ മോള് തന്നെ. ഫോട്ടോ മാത്രമല്ല, ഈ വീട്ടിൽ ഓരോ ദിവസവും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജായി പറഞ്ഞു തരും എല്ലാ ദിവസവും. ഇന്നലെ രാത്രി വരെ അതിനൊരു മുടക്കവും അവൾ വരുത്തിയിട്ടില്ല. തിരിച്ചൊരു ദിവസം പോലും ഒരു മറുപടിയും ഞാൻ കൊടുത്തിട്ടില്ല. എന്നാലും ഒരു പരാതിയും അവൾക്കുണ്ടായിട്ടില്ല. പരാതിപ്പെടാൻ മാത്രം എന്തിരിക്കുന്നു മോളെ? നിന്നെ അവൾക്ക് അറിഞ്ഞൂടെ? അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവി കാണാൻ കാത്തിരുന്ന ആളുടെ മുറിവാതിൽ അവൾക്കായി തുറക്കപ്പെട്ടു. ദേവിയെ അവളും കണ്ടു. ദേവി! നിത്യ ഓടി വന്ന് ദേവിയെ കെട്ടിപ്പിടിച്ചു. ദേവി, നീ എന്നെ കാണാൻ വന്നു? ഇങ്ങനെ ഇറുക്കി പിടിക്കല്ലേ എൻ്റെ നിത്യേ, ആ കുട്ടിക്ക് ശ്വാസം മുട്ടും. പൂജ ചേച്ചി നോക്കിക്കോ, ഞാൻ ഇന്നിവളെ ഇറുക്കി പൊട്ടിക്കും. പിടുത്തത്തിന് ഒട്ടും അയവ് വരുത്താതെ നിത്യ പറഞ്ഞു. ആ സുഹൃത്തുക്കളുടെ സ്നേഹത്തിൻ്റെ ആഴം കണ്ടു നിന്നവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. എവിടെ? നിനക്കെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ദേവിയുടെ മേലുള്ള പിടുത്തം വിട്ട് ഒരല്പം നീങ്ങി നിന്ന് നിത്യ അവളെ അടിമുടിയൊന്ന് നോക്കി. ഒരല്പം തടി വെച്ചിട്ടുണ്ടോ നീയും? ചിരിയോടെ ദേവിയും പറഞ്ഞു. കണ്ണൊക്കെ തുടച്ച് മുഖം ശരിയാക്കുന്ന സമയത്താണ് നിത്യ പരിചയമില്ലാത്ത ആളെ അവിടെ കണ്ടത്. നിത്യ വിച്ചുവിനെയും ദേവിയെയും മാറി മാറി നോക്കി. ഇത് വിച്ചുവേട്ടൻ. ഓ വിച്ചു, വിവേകല്ലേ? നിത്യയുടെ അമ്മ ചോദിച്ചു. എന്നെ എങ്ങനെ? വിച്ചുവിന് സംശയമായി. ദേവി മോളുടെ വിശേഷം അറിയാൻ രാധികയെ വിളിക്കും. രാധിക പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എല്ലാവരെയും പറ്റി. എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഞാൻ മറന്നു. ഇവളെ മനസ്സിലായല്ലോ, നിത്യ, എൻ്റെ ബെസ്റ്റ്. ഇത് നിത്യയുടെ അമ്മ. ഇത് പൂജ ചേച്ചി, നിതിൻ ചേട്ടൻ്റെ ഭാര്യ. അങ്കിളും നിതിൻ ചേട്ടനും എവിടെ ആൻറ്റി? അവർ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ഞാൻ വിളിക്കാം അവരെ. അയ്യോ, വിളിക്കൊന്നും വേണ്ട ആൻറ്റി, അവർ വരുമ്പോൾ പറഞ്ഞാൽ മതി. നല്ല കാര്യമായി, എന്നെ വെച്ചേക്കില്ല അച്ഛനും മോനും. പൂജമോളെ, നീ അവരെ ഒന്ന് വിളിക്കേ. ഞാൻ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ശരിയമ്മേ. പറ നിന്റെ വിശേഷങ്ങളൊക്കെ. ഞാൻ പിണക്കാ നിന്റെ അടുത്ത്. ദേവി പിടിച്ച കൈ തട്ടി മാറ്റി നിത്യ സെറ്റിയിൽ പോയിരുന്നു. അതെന്താ ഇത്ര നേരം ഇല്ലാതിരുന്നൊരു പിണക്കം? നീ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എന്നെയൊന്ന് വിളിച്ചു പറഞ്ഞു പോലുമില്ലല്ലോ. കവിളി രണ്ടും വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് നിത്യ പറഞ്ഞു. വിളിച്ചു പറയാമെന്ന് തന്നെയാ ആദ്യം കരുതിയത്. പിന്നെ തോന്നി അത് വേണ്ട, നേരിട്ട് തന്നെ വന്ന് നിന്നെ കാണണമെന്ന്. പക്ഷേ പേടിയായിരുന്നടി നിന്നെ ഫേസ് ചെയ്യാൻ. നീ എന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഒരു ഊഹവുമില്ലല്ലോ. അതുകൊണ്ടാടാ. ഞാൻ നിന്നോട് എന്ത് ദേഷ്യം കാണിക്കാനാണ്? എനിക്കറിയില്ലേ നിന്നെ.
ദേവി ചിരിച്ചുകൊണ്ട് തലയാട്ടി. നിങ്ങളുടെ വിശേഷവും ഞാൻ അറിഞ്ഞുട്ടോ. ദേവിയെയും വിച്ചുവിനെയും നോക്കി നാണത്തോടെ നിത്യ പറഞ്ഞു. പിന്നെയും കുറച്ചു നേരം കൂടി അവർ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും നിത്യയുടെ അച്ഛനും ചേട്ടനും എത്തി. പിന്നെ എല്ലാവരും കൂടിയായി വിശേഷങ്ങൾ പറച്ചിൽ. കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചവർ ഉച്ചയ്ക്കത്തെ ഊണും വൈകുന്നേരത്തെ കാപ്പികുടിയും കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണവും ഹണിമൂണും ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ പ്രതീക്ഷിച്ചാൽ മതി ഇനി ഓഫീസിലേക്ക്. ഇതിൻ്റെ പേരിൽ അപ്പച്ചൻ എന്നെ പറഞ്ഞു വിടാൻ വല്ലതും തീരുമാനിച്ചാൽ നീ തന്നെ എല്ലാം ശരിയാക്കിക്കൊള്ളണം, കേട്ടല്ലോ. നീ നിനക്ക് ഇഷ്ടമുള്ള അത്രയും ലീവ് എടുത്തോടാ. അങ്ങളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മനസ്സിന് വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും നിഖിലിനു മുന്നിൽ പ്രസന്നത ഭാവിച്ചുകൊണ്ട് തന്നെ ദർശൻ പറഞ്ഞു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? കണ്ണുകൾ ചുരുക്കി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നിഖിൽ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. രാവിലെ മുതൽ ചെറിയൊരു തലവേദന, അതാ. നെറ്റിയിലൊന്ന് അമർത്തിക്കൊണ്ട് ദർശൻ പറഞ്ഞു. അതിന് ഇന്ന് മാത്രമല്ല എനിക്ക് തോന്നിയത്. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലും ഓഫീസിലുമുള്ള ഓട്ടമായതുകൊണ്ടാണ് ഞാനങ്ങ് വിട്ട് കളഞ്ഞത്. പറ, എന്താ നിന്റെ പ്രശ്നം? ആമി, അവളാടാ എൻ്റെ പ്രശ്നം. നിനക്കറിയോ, അവൾ എന്നോടൊന്ന് മിണ്ടിയിട്ട് ഒരാഴ്ചയ്ക്ക് മേലെയായി. ദേവിയുടെ കാര്യം പോലും അവൾ എന്നോട് പറഞ്ഞില്ല. അച്ഛനെയും ലതാമയെയും വിളിച്ചാണ് അറിയിച്ചത്. ചെയറിൽ ചാരിയിരുന്ന ദർശൻ മുന്നോട്ടേക്കൊന്ന് ആഞ്ഞു വന്നിരുന്ന ടേബിളിന് മുകളിലിരുന്ന ഫയലിൽ 2 കൈയും അമർത്തി വെച്ചു. അറിയാം, ഒരുപാട് അവഗണിച്ച് വിട്ടിട്ടുണ്ട് ഞാൻ. കണ്ണു പൊട്ടുന്ന രീതിയിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എൻ്റെ ഇഷ്ടക്കുറവല്ലടാ, എൻ്റെ സാഹചര്യമാ. ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ പറയുന്നത്? അതെല്ലാം അവൾക്കറിയാവുന്ന കാര്യമല്ലേ. എന്നു മുതലാണ് അവൾക്ക് അകൽച്ച തുടങ്ങിയത്? അന്ന് പനിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയില്ലേ? അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇങ്ങനെയാ. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് വിളിപ്പിച്ചാൽ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരൂ. വന്നാൽ തന്നെ 1-2 വാക്കിൽ സംസാരം അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. എനിക്കിത് പറ്റുന്നില്ലടാ. ചെയറിലേക്ക് ഒന്ന് ചാരി കണ്ണുകൾ അടച്ച് കൈ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. അവൻ കരയുകയാണെന്ന് നിഖിലിന് മനസ്സിലായി. ആ, നീ ഇങ്ങനെ ഡെസ്പാവാതെ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നീ വാ, നമുക്ക് അവളോട് പോയി ഒന്ന് സംസാരിക്കാം. ദർശനൊന്നും അടിച്ചെങ്കിലും നിഖിൽ അവനെ നിർബന്ധിച്ച് അവൻ്റെ കൂടെ കൂട്ടി. ആമിയുടെ ക്യാബിൻ തുറന്ന് അവർ 2 പേരും അകത്തേക്ക് കയറാൻ പോയതും ആമി മനുവിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ കണ്ടത്. ഇതാര്? പുതിയൊരാൾ നമ്മുടെ ഓഫീസിൽ. മനുവിനെ കുറിച്ചോ അവൻ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും നിഖിൽ അറിഞ്ഞിട്ടില്ല. അത് മനു, നമ്മുടെ പുതിയ സ്റ്റാഫാ. ദർശൻ നിഖിലിന് പറഞ്ഞു കൊടുത്തു. മനു? നിഖിൽ സംശയത്തോടെ അവനെയൊന്ന് നോക്കി.